BJP ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ബിജു, ഇതിപ്പോൾ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സദാചാര വിചാരണ നടന്നത് എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ സ്ത്രീയാണ്. ആ സ്ത്രീ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നു. ആ സുഹൃത്തിനെ പാർട്ടി ഓഫീസിൽ, SDP-യുടെ പാർട്ടി ഓഫീസിൽ എത്തിച്ച വിചാരണ നടത്തുന്നു. മണിക്കൂറുകളോളം തടവിൽ വയ്ക്കുന്നു. പിന്നീട് ഈ യുവതിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നു. ഒടുവിൽ മനം നൊന്ത് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊരു ആത്മഹത്യയായി മാത്രം കണ്ടാൽ മതിയോ? ഇതൊരു തരം കൊലപാതകമല്ലേ നടന്നിട്ടുള്ളത്? കൃത്യമായിട്ടും ഈ സംഭവം ഒരു കൊലപാതകം തന്നെയാണ്. പ്രതികളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വീടിന്റെ വെളിപ്പാടകലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ഒരു കുറ്റകൃത്യം നടന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ റോഡിൽ ഒരു കാറിൽ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇത് കണ്ട ആ പ്രദേശത്തെ SDPI-ക്കാർ വാട്സപ്പ് കോളിൽ മറ്റ് SDPI പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയും അവിടുന്ന് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലിട്ട്, പെൺകുട്ടിയെയും യുവാവിനെയും തട്ടിക്കൊണ്ടുപോയി ഗ്രൗണ്ടിലിട്ട് അവരെ മർദ്ദിക്കുകയും അതിനുശേഷം തൊട്ടടുത്ത കാട്ടിൽ അവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും അതിനുശേഷം SDPI-യുടെ ആ പ്രദേശത്തുള്ള പറമ്പായിലെ പ്രാദേശിക ഓഫീസിൽ കൊണ്ടുവന്ന് അവിടുന്ന് ചോദ്യം ചെയ്തു. പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ, അതുപോലെ തന്നെ ടാബ് വാങ്ങിച്ചു. അവരെ ക്രൂരമായി മർദ്ദിച്ചു. രണ്ടാളുകളുടെയും വീട്ടുകാരെ വിളിച്ചു വരുത്തി. അതിനുശേഷം വീണ്ടും അവരെ മർദ്ദിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. സത്യത്തിൽ ഒരു സമാന്തര കോടതിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ്. ഒരു തികച്ചും ഭീകര സംഘടനകൾ പെരുമാറുന്ന അതേ രീതിയിലാണ് അവിടെ പെരുമാറിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നിഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ബസ് തൊഴിലാളി, ഇവിടുന്ന് കാണാതായിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീകരവാദികൾ, തടിയന്റെ അവിടെ നസീർ അടക്കമുള്ള ഭീകരവാദികൾ ഒളിവിൽ താമസിച്ച സ്ഥലമാണ് പറമ്പായി. താലിബാൻ മോഡൽ ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയുമല്ല. പെൺകുട്ടി അവർ മരിക്കുന്ന സമയത്ത് മരണക്കുറിപ്പ് എഴുതി തന്റെ ബ്ലൗസിനുള്ളിൽ വെച്ചതുകൊണ്ടാണ് പോലീസിനെ ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊരു കേവലം ആത്മഹത്യയായിട്ട് എഴുതി തള്ളുമായിരുന്നു. ബിജു, ഇതിലിപ്പോൾ ഇത്തരത്തിൽ, അതായത് ഈ കേസിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ അടക്കം സമീപിച്ചുകൊണ്ട് എന്ന നിലയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോഴും ഈ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട് എന്നത് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണല്ലേ ഉള്ളത്? പോലീസിനെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ആത്മഹത്യാക്കുറിപ്പാണ് അവരുടെ കയ്യിലുള്ളത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ആ പ്രദേശത്തുള്ള ഭീകരവാദികൾ ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് അറിയുന്നത്. ആ വീട്ടിൽ കടന്നു വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരാരെങ്കിലും ഫോട്ടോ എടുത്താൽ അത് തടയാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ഭീകരവാദികൾ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ആ വീട്ടിലും പരിസരത്തും യാതൊരു തെളിവുകളും പുറത്തു വരാൻ വേണ്ടി പാടില്ല. ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലും അവിടെ നടക്കാൻ വേണ്ടി പാടില്ല. പോലീസിനെ കൂച്ചുവിലങ്ങിടുന്ന രീതിയിലാണ് നിലവിൽ അവിടെ ഭീകരവാദികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതായത് താങ്കൾ പറയുന്നതനുസരിച്ച് ആ പ്രദേശത്ത് സ്ത്രീകൾ ആരോട് സംസാരിക്കണം, ആരുമായി സൗഹൃദം പുലർത്തണം, ആരെ കാണണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് എന്നാണോ? അതെ, ഒരു പറ്റം SDPI ഭീകരവാദികൾ അവിടെ തമ്പടിച്ചുകൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ ചേർത്തുകൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്തവർ അവിടെ വരാൻ വേണ്ടി പാടില്ല, ഇഷ്ടമില്ലാത്തവരോട് സംസാരിക്കാൻ പാടില്ല. ഇതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് അന്യമതസ്ഥരായിട്ടുള്ള ഒരാളെ പോലുമല്ല, സ്വന്തം മതത്തിലെ പെൺകുട്ടി, അതുപോലെ തന്നെ സ്വന്തം മതത്തിലെ ആൺകുട്ടി,
അവരാണ് അവിടെ സംസാരിച്ചത്. അവർക്ക് പോലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. താലിബാനെ പോലും നാണിപ്പിക്കും വിധത്തിലുള്ള കുറ്റകൃത്യമാണ് സത്യത്തിൽ ഈ കൂത്തുപറമ്പ് പറമ്പായിൽ നടന്നിട്ടുള്ളത്.